അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. അദ്ദേഹം ഇവിടെ നല്ല തിരക്കിൽ ഫോണിലാണ്. അപ്പോൾ ഞാനിത് കൊടുത്തു നോക്കട്ടെ. കാര്യം നിങ്ങൾക്കറിയാം, ജെ ഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മല്ലു ജെ ഡി. മുകേഷ് ഏട്ടൻ സംസാരിച്ച് നോക്കാം. മുകേഷ് ഏട്ടാ നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. എന്ന് വെച്ചാൽ 1000 പേരുടെ അല്ലെങ്കിൽ 1000 ഇനാഗ്രേഷൻ അല്ലെങ്കിൽ 1000 കുടുംബങ്ങളിൽ പോയിട്ട് ഉള്ള ആളല്ലേ. ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ കുടുംബം തന്നെയല്ലേ. 1000 കുടുംബങ്ങളിൽ പോയ ഒരാളാണ്. 10,000 കണക്കിന് ആൾക്കാരുടെ മനം കവർന്ന ഒരാളാണ്. അപ്പം എൻ്റെ ചെറിയൊരു സമ്മാനം ഇതാ. ഇത് താങ്കളുടെ ഫേവറേറ്റ് സാധനമാണല്ലേ. ഇതെന്താണ് ഫേവറേറ്റ് ആയത്? അല്ല, ഇത് നമ്മൾ കേരളത്തിൽ പോപ്പുലർ ആക്കി എന്നുള്ളത് അങ്ങനെയാണ് ആൾക്കാർ ജെ ഡി വിളിക്കുന്നത്. അന്ന് കേരളത്തിൽ ജെ ഡി അത്ര പോപ്പുലർ അല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഒരു പ്രീമിയം വേർഷൻ സാധനമാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതിന് എൻ്റെ ഫേവറേറ്റ് ഇത് ബർബൺ ഇഷ്ടമുള്ള ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, പല വീഡിയോയിലും ചേട്ടൻ ആ പെട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ആ പണപ്പെട്ടി എന്ന് പറയുന്ന പോലെ കള്ള് പെട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെട്ടി ഒന്ന് കാണിക്കാവോ? പെട്ടി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് കാണിക്കാവോ? അതിനകത്ത് ചെടി ഉണ്ടോ? നമുക്ക് ഒരാൾക്ക് 3 ലിറ്റർ മദ്യം വരെ സൂക്ഷിക്കാമെന്ന് പറയാം. സൂക്ഷിക്കാം. അപ്പോൾ എപ്പോഴും 1 ലിറ്റർ അതിനകത്ത് കാണും. 2 ഗ്ലാസും ഒന്ന് കാണിക്കാവോ? 3 ഗ്ലാസ് കാണും അല്ലേ? എനിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇവിടെ ഉണ്ടോ? അത് എവിടെ? ബോബിൻ. വാ ബോബിനെ. ഈ ബോബിനെ നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? എല്ലാ വീഡിയോയിലും മുകേഷ് ചേട്ടനോടൊപ്പം ഉള്ള ബോബിൻ. താങ്ക് യു ബോബിൻ. എവിടെയാണ് ചേട്ടാ? തുറന്ന ലോക്ക് വരെ ഉണ്ടല്ലേ? ലോക്ക് ഇട്ടിരിക്കുന്നതിനാ ഈ പലയിടത്ത് നമ്മൾ പോവല്ലേ, കുപ്പി ആരെങ്കിലും എടുത്തോണ്ടോ? അങ്ങനെ എടുത്തോണ്ട് പോയിട്ടുണ്ടോ? വണ്ടി എടുത്തോണ്ടോ ഞാൻ സഹിക്കും. ജെ ഡി ഉണ്ടോ സംഭവിക്കത്തില്ലല്ലേ? എടുത്തോണ്ട് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ആണോ? ഞാൻ പോയി പൊക്കിയിട്ടുണ്ട്. പുറമേ പൊക്കിയോ? പുറകെ പോയല്ല, ഈ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ CCTV ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ പൊക്കി. CCTVയിലൊക്കെ ലോക്കൊക്കെ ഉണ്ട്. അടിപൊളി ജെ ഡി. ഞാൻ തുറന്നോട്ടെ? എടുത്തോട്ടെ? എൻ്റെ കയ്യിൽ നിന്ന് പോവല്ലേ. ഇതാണ് നമ്മുടെ അണ്ണൻ. അത് ഞാൻ എടുത്തിട്ട് കുഴപ്പമില്ല. എൻ്റെ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്, സോറി ചേട്ടാ. ഇത് എടുക്കട്ടെ, ഞാൻ അങ്ങ് എടുത്ത് ഇവിടെ വയ്ക്കാം. അപ്പോൾ എല്ലാത്തിനും തുടക്കം നല്ല ചെറിയൊരു തെറ്റൊക്കെ വരുമ്പോഴത്തേനും നന്നായിട്ട് കയറി പോകുന്നു അല്ലയോ? അപ്പം ഇതാണ് നിങ്ങൾ മുത്തമിടുന്ന സാധനമല്ലേ? ഒന്ന് മുത്തം വിട്ടോ ചേട്ടാ. എന്താ കേട്ടോ ഇതിനോട് ഇത്ര ക്രൈസ്? എന്താണ്? ബർബൺ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റുള്ള മദ്യമായതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നതല്ല. ഇതൊന്ന് അടിച്ച് കാണിക്കാമോ? ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഒന്ന് നിന്നോണ്ട്. ഓൾറെഡി മദ്യപാനം പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് 5 6 ഒക്കെ ഉണ്ട്. ആണോ? അല്ലേ? സംഭവം ഒരു കേസ് കൂടെ ആയിക്കോട്ടെ. കൂട്ടത്തിൽ എന്നെയും കൂടെ കൂട്ടിക്കോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് ചേട്ടൻ അടിക്കുന്നത് എന്ന് എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഞാനൊന്ന് ഒഴിച്ചു തരട്ടെ? ഗ്ലാസ് വരട്ടെ ചേട്ടാ. എൻ്റെത് പച്ചവെള്ളം, ചേട്ടൻ്റെ കളർ വെള്ളം, അത്രയേ ഉള്ളൂ അല്ലേ? എന്തായാലും കുടിക്കാനില്ല ചേട്ടാ. വളരെ സന്തോഷം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇരിക്കുന്നല്ലേ. പക്ഷെ ഇപ്രാവശ്യം ഇരിക്കുന്ന കുറേ അധികം വിശേഷങ്ങളുണ്ട്. കാര്യം ഒന്ന്, താങ്കൾ കുറേ ആൾക്കാരെ വൈറലാക്കി. 2, ഒരു വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത്, ഒരു ഇനാഗ്രേഷനിലൂടെ വേൾഡ് റെക്കോർഡ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ചേട്ടൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിൽ അങ്ങനെ പൊതുവെ ഇല്ല, അങ്ങനെ കൊടുക്കുന്ന റെക്കോർഡ് കുറവാണ് അല്ലേ? അല്ല, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡല്ല, ഇതൊരു വേൾഡ് റെക്കോർഡ് യൂണിയൻ. ഇപ്പോൾ ലോകത്തിലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും ചിലപ്പോൾ മേ ബി എനിക്കറിയില്ല, സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ സീരിയൽ താരങ്ങളോ ഒക്കെ 1000 കൂടുതൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻ എ ഷോർട്ട് ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടോ? പക്ഷേ ഇൻഫ്ലുവൻസർ എന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് കൊണ്ടുവരുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചെറുതെന്ന് വലുതെന്ന് നോക്കി ഇനോഗ്രേഷൻസ് ചെയ്യാറില്ല. ഇപ്പം ലുലു മോളിലൊരു പരിപാടിക്ക് വിളിച്ച് ഇനോഗ്രേഷൻ വിളിച്ചാലും പോകാറുണ്ട്. അതിൻ്റെ അകത്തുള്ള ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാനും പോകാറുണ്ട്. ഇപ്പോൾ താഴെ ചെറിയ നമ്മുടെ വാസവണ്ണം ചെറിയൊരു തട്ടുകട തുടങ്ങിയിട്ട് അവിടെ എന്നെ ഇനോഗ്രേഷൻ വിളിച്ചാലും ഞാൻ പറയാം. ഒരു വലിപ്പ ചെറുപ്പം നമ്മളങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ചിലപ്പോൾ വാസവണ്ണൻ നാളെ തുടങ്ങി അതിനേക്കാളും വലുതായാലും ചെയ്ത ഷോപ്പുകളൊക്കെ വിജയിച്ചിട്ട് അവർ വിളിച്ചിട്ടുണ്ടോ? അതാണ്. ചേട്ടൻ്റെ കൈകൾ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും വരുമാനങ്ങളുണ്ട്, ഇനി അടുത്ത ബ്രാഞ്ച് തുടങ്ങാൻ പോകും. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കണ്ടല്ലോ വിളിക്കുന്നത്. അണ്ണന്റെ ചിരി പോലെ അല്ല, ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ വിളിക്കുന്നത്. വേറെ ഒന്നുമല്ല. വേറെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അല്ലല്ലോ. നമ്മൾ ഒരു ഒന്നുമല്ല. നമ്മളെ വിളിക്കുന്നത് ഈ തൊടുന്ന കൈ രാശിയാണെന്നുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പം റൈറ്റ് ടൈമാണെന്ന് തോന്നുന്നു. മുകേഷന്റെ റൈറ്റ് ടൈമാണ്. ഇപ്പോൾ എന്ത് തൊട്ടാലും പൊന്നാവുന്നൊരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ ചേട്ടന് ഇപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ? ജെ ഡി മല്ലുന്നുണ്ട്, മുകേഷ് അണ്ണനുണ്ട്, ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ഹോൾഡർ, അതുകൂടെ ഒരു ബാലായി അല്ലേ? ഇപ്പം ബ്രാൻഡിൻ കിങ് എന്ന് പറയുന്ന പോലെ തന്നെ
എത്ര ബ്രാൻഡിന്റെ അംബാസിഡറാണ്? എനിക്ക് തോന്നുന്നു കുറേ ബ്രാൻഡ് ചെയ്യും. കുറേ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതും കൂടെ ചേർത്തിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ, തീർച്ചയായും. ഞാൻ മോർ ദാൻ 2500 ബ്രാൻഡ് അസോസിയേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് അഭിമാനമാണ്. കാരണം ചിലപ്പോൾ ആളൊക്കെ ഒരു 50 ബ്രാൻഡ് 100 ബ്രാൻഡ് ഒക്കെ പോവാം. പക്ഷേ ഞാനൊരു 2500+ ബ്രാൻഡ് അസോസിയേറ്റ് ചെയ്യുന്നത് ഇതുവരെ, നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ടോണി ആൻഡ് ഗെയ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡ് സലൂൺ, അവരുടെ ഇനോഗ്രേഷനും പ്രൊമോഷൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് അതാണ്. അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് കൂടുതൽ. ഇപ്പോൾ ടയോട്ട ലെക്സസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് അവരെ ആരെയും കൊണ്ട് ബ്രാൻഡ് ചെയ്യിപ്പിക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിപ്പം ലെക്സസിൻ്റെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന വീഡിയോ റീച്ചിനോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്ന റീച്ചിൽ കാര്യമില്ലെന്ന്. റീച്ചുണ്ട്, നല്ല റീച്ചാണ്. പക്ഷേ റീച്ചിനൊപ്പം തന്നെ സെയിൽസ് കൺവേർഷൻ, ബിസിനസ് നടന്ന് അവരുടെ പോക്കറ്റിൽ പൈസ വരണം. അതെ, സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് ചേട്ടൻ ഇനാഗ്രേഷൻ മാത്രമല്ല, സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ചേട്ടാ, നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കണമെന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ അന്ന് നല്ല തിരക്കിലായിപ്പോയി. ചേട്ടൻ്റെ കൂടെ ചെയ്യുന്ന മോഡൽസ് ആയിക്കോട്ടെ, കലാകാരികളായിക്കോട്ടെ, അവർ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 1 മില്യൺ 2 മില്യൺ 5 മില്യൺ ഒക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അവർ ആ ഒരു സെഗ്മെന്റിലേക്ക് വരുന്നത്. അവർ ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അങ്ങ് പോവാണ്. പിന്നെ ചേട്ടൻ തിരക്കി വീണ്ടും വരുന്നില്ല. ഈ ഉണ്ട് എല്ലാവരും നമ്മളിപ്പോഴും കണ്ടിരുന്നു. പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പം നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതല്ല. എല്ലാവരും പഴയ, ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തത് ആർഷ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങോട്ട് എൻ്റെ ചോദിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ആർഷ എന്നൊരു ഹൈദരാബാദ് ബേസ്ഡ് മോഡലാണ്, നല്ലൊരു കുട്ടിയാണ്. പുള്ളിക്കാരിയായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരി ചോദിക്കുമ്പം ഇപ്പോഴും എന്നെ ഇന്നലെ കൂടെ വിളിച്ചിരുന്നായിരുന്നു. 7 പൂഞ്ചിര പുള്ളിക്കാരി ആണ് ആദ്യം ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് നമുക്കത് ചെയ്യാന്നുള്ളൊരു തീരുമാനം വരുന്നത്. അപ്പം അത് റിക്രിയേഷനാണ്, ആ സ്പടികത്തില്ല, അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്യും. അപ്പം അവരെല്ലാവരുമായിട്ട് ഇപ്പോഴും ആദ്യം മുതൽ ഞാൻ റീൽസ് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹർഷ ഇപ്പം സ്ഥലത്ത് ഉണ്ടോയെന്ന് എനിക്കൊന്ന് ഹൈദരാബാദ് അങ്ങോട്ടാണ്, അതുകൊണ്ടായിരിക്കും, തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഉടനെ നമ്മൾ കോമ്പോ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത ആൾക്കാർ പോലും ഇപ്പോഴും ഉണ്ട്. പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവർക്ക് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് എന്നോട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം, അവരൊരു ഇൻ്റർവ്യൂവിൽ ഓപ്പണായിട്ട് പറഞ്ഞ സ്ത്രീയാണ് നീള നമ്പ്യാർ. അപ്പം അവർ വന്നപ്പോൾ ഞാൻ അവർക്കും റീല് കൂടെ ചെയ്തു. ചേട്ടാ, അത് ചെയ്തെന്നൊക്കെ പറഞ്ഞു ഓക്കെ അല്ല. പക്ഷേ നിലാനമ്പേരുടെ കാര്യം തന്നെയാണ് മറ്റു ഇന്റർവ്യൂവിൽ ചോദിച്ചിരിക്കുന്നത്. നിലാനമ്പേരായിട്ട് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ആദ്യമായിട്ടാണ് അവർ എന്നെ വീഡിയോ ചെയ്യാൻ വരുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അവരൊരു റീല് ചോദിക്കുമോ എന്ന് ചോദിച്ചു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് ചോദിച്ചാണ് അവർ ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇന്റർവ്യൂ പറഞ്ഞാൽ എനിക്ക് കൊളാബ് കൊണ്ടിട്ടുണ്ട്. ഒരു ചാനലിൽ, വേറെ ചാനലിൽ, സ്വകാര്യ ചാനൽ, ഇപ്പോൾ ചിലപ്പോൾ പറയാമെന്ന് അറിഞ്ഞൂടാ, ഒരു സ്വകാര്യ ചാനലിൽ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞപ്പോൾ അവരെനിക്ക് കൊളാബ് ഇട്ടു. അപ്പോൾ ഞാനത് കാണുന്നു, പിന്നെ അവരുമായിട്ട് റീൽസ് കൊളാബ് ചെയ്തു. പക്ഷെ അവരെ ഒരു പോൺ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ബാക്കിയുള്ളവർ കാണുന്നത്, വീഡിയോസ് എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി, ഈ മുസ്ലിം ഹിന്ദു എന്നുള്ള ബേസിൽ സംസാരിക്കണ്ടായി.